തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡു പ്രസാദവുമായി ബന്ധപ്പെട്ട ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു നടത്തിയത് ആരോപണങ്ങൾ മാത്രമല്ല എന്നുറപ്പാക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നു. ലഡു നിർമ്മിച്ച നെയ്യിൽ മൃഗക്കൊഴുപ്പ് മാത്രമല്ല, മീനെണ്ണയും പാം ഓയിലും മറ്റ് എണ്ണകളും കലർത്തിയിരുന്നതായി ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ലാബിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. ലാബ് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്കിംഗ്. തിരുപ്പതി വെങ്കടേശ്വരമൂർത്തിക്ക് നൽകിയ ലഡു നിവേദ്യത്തിലും ഭക്തർക്ക് പ്രസാദം നൽകിയതിലും മൃഗക്കൊഴുപ്പ് കലർന്നതായാണ് സ്ഥിരീകരിച്ചത്. ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ലാബിൽ നടത്തിയ പരിശോധനയിൽ ലഡു തയ്യാറാക്കിയ നെയ്യിൽ മൃഗക്കൊഴുപ്പ് മാത്രമല്ല, മീനെണ്ണയും പാം ഓയിലും പരുത്തിയെണ്ണയും സോയാബീൻ എണ്ണയും ഒക്കെ കലർത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു. ചില രാസസാന്നിധ്യങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. ISO സ്റ്റാൻഡേർഡ് പ്രകാരം ഈ നെയ്യ് ഉപയോഗശൂന്യമാണെന്നും ലാബ് ഫലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട്ടിലെ AR ഫുഡ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് നെയ്യ് വാങ്ങിയിരുന്നത്. താരതമ്യേന കുറഞ്ഞ വിലയ്ക്കാണ് ഈ സ്ഥാപനം തിരുപ്പതി ദേവസ്വത്തിന് നെയ്യ് വിതരണം ചെയ്തിരുന്നത്. ഇന്നലെ അമരാവതിയിൽ NDAയുടെ നിയമസഭാ കക്ഷി യോഗത്തിനിടെയാണ് YSR കോൺഗ്രസ് ഭരണകാലത്ത് തിരുപ്പതി ദേവസ്ഥാനത്ത് ലഡു നിർമ്മിച്ചിരുന്നത് മൃഗക്കൊഴുപ്പ് కలర్న നെയ്യിലാണെന്നത് ముఖ్యమంత్రి N చంద్రబాబు నాయుడు వ్యక్తమాക്കിയത്. తిరుమల లడ్డు కూడా నాసి రకం. నాకైతే ఆశ్చర్యం వేస్తుంది. ఎన్ని కంప్లైంట్ చేసినా కడాన వెంకటేశ్వర స్వామి పవిత్రతను దెబ్బతీశారు. ఎన్నోసార్లు చెప్పాం. అక్కడ ఎంత దుర్మార్గంగా ప్రయత్నం చేశారంటే అంత దుర్మార్గంగా ప్రవర్తించారు. కడాన అన్న దానంలో క్వాలిటీ ఆఫ్ ఫుడ్ లేకుండా చేశారు. దేవుని దగ్గర పెట్టే ప్రసాదం అపవిత్రం చేసే విధంగా ఓసారి బాధేస్తుంది. నాసి రకమైన ఇంగ్రీడియంట్సే కాకుండా ఎనిమల్ ఫ్యాట్ కూడా వాడారని. ఏది గీకు బదులు ఈరోజు స్వచ్ఛమైన గీ తెమన్నాం, ప్రక్షాళన చేయమన్నాం. నాణ్యత పెరిగింది, ఇంకా కూడా నాణ్యత పెంచుతాం. అల్టిమేట్గా వెంకటేశ్వర స్వామి మన రాష్ట్రంలో ఉండడం മനന്തര അദൃഷ്ടം. രാഷ്ട്രീയ പ്രേരിതമാണ് ചന്ദ്രബാബു നായിഡുവിന്റെ വാക്കുകളെന്ന് ആരോപിച്ച് തടിതപ്പാനായിരുന്നു YSR കോൺഗ്രസിന്റെ ശ്രമം. അതേസമയം വിശ്വ ഹിന്ദു പരിഷത്തടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. സാമ്പത്തിക ലാഭത്തിന് പുറമെ ദേവചൈതന്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ഭക്തസഹസ്രങ്ങളുടെ വിശ്വാസങ്ങളെ ഹനിക്കുകയും ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, ഡൽഹി.